നമസ്കാരം. നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. മദ്യനയം മാറ്റാൻ കൈക്കൂലി നൽകണമെന്ന ബാർ ഉടമയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണം. കോടികൾ പിരിച്ചിട്ടുണ്ട് എന്നാണ് ബാർ ഉടമയുടെ ശബ്ദത്തിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ പണം എവിടെ പോയി എന്ന് വ്യക്തമാക്കണമെന്നും എക്സൈസ് മന്ത്രി എം വി രാജേഷ് രാജിവെക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. നിയമപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല. ബാർ ഉടമകളോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയാണ്. സത്യാവസ്ഥ പുറത്തു വരാൻ അന്വേഷണ കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും കേരള സർക്കാരിന് കീഴിലുള്ള ഒരു ഏജൻസിയും നിഷ്പക്ഷ അന്വേഷണം നടത്തില്ല എന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ബാർക്കോഴ ആരോപണത്തിൽപ്പെട്ട KM മാണിയുടെ പാർട്ടിയെ കൂടെ കൂട്ടിയവരാണ് CPM. അഴിമതിയിൽ UDFും LDFും ഒരേപോലെയാണ് വ്യക്തമാക്കുന്നതാണ് രണ്ടാം ബാർക്കോഴ ആരോപണമെന്നും വി മുരളീധരൻ പ്രസ്താവനയിൽ പറഞ്ഞു. മദ്യനയം അനുകൂലമായി മാറ്റാൻ ഓരോ ബാർ ഉടമയും 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോന്റെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. ഇടുക്കി ജില്ലയിലെ അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഈ സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വ്യാഴാഴ്ച എറണാകുളത്ത് ചേർന്ന അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമെന്ന നിലയിലാണ് പണപ്പിരിവെന്ന ശബ്ദ സന്ദേശമുള്ളത്. 1-ാം തീയതിയിലെ മദ്യ നിരോധനം ഒഴിവാക്കുക, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക, അടുത്ത കാലത്ത് തുടങ്ങിയ പുതിയ എക്സൈസ് പരിശോധനകൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കണം എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഒരു ബാർ ഹോട്ടലുകാരിൽ നിന്ന് 2.5 ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കാൻ അസോസിയേഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ പല ബാർ ഉടമകൾ പിരിവ് നൽകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് അംഗങ്ങൾ പിരിവ് നൽകണമെന്ന സംഘടനയുടെ കർശന നിർദ്ദേശം സംസ്ഥാന ഭാരവാഹി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി എല്ലാ മാസവും 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ സംസ്ഥാന സർക്കാരിന് മുൻപാകെ എത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ മാസം ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം നൽകിയ ശുപാർശകളിൽ ഒന്നാണിത്.